ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ക്യാബേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ക്യാബേജ് നമ്മൾ പലതരത്തിൽ കറി വെക്കാറുണ്ട്. പച്ചമുളക് ഇട്ട് വെള്ള കളറിൽ വെക്കാറുണ്ട്, മുളക് പൊടി ഇട്ടിട്ട് റെഡ് കളറായി വെക്കാറുണ്ട്, ക്യാബേജും ഉരുളക്കിഴങ്ങും കൂടി ഉപ്പേരി വെക്കാറുണ്ട്, ക്യാരറ്റ്, ബീൻസ് ഇവയുടെ കൂടി ഇട്ടിട്ടും വെക്കാറുണ്ട്. ഞാനിപ്പം ഈ ഗ്രേറ്റർ ഉപയോഗിച്ച് ക്യാബേജിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ക്യാബേജ് കട്ട് ചെയ്യുന്നത്? കട്ടിംഗ് പാഡിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യണോ? രാവിലെ ഓഫീസിലും സ്കൂളിലെല്ലാം പോകുന്നവരുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ എളുപ്പ വഴി. നമുക്ക് നല്ല തിന്നായിട്ടില്ലേ പിസ്സാസ്, നമുക്ക് എളുപ്പത്തിലാവുകയും ചെയ്യും. കത്തി വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ കുറേ സമയമാവും. ഇത്ര ക്യാബേജ് ഉണ്ട്. നമുക്കിതിനെ നല്ല പോലെ ഒന്ന് കഴുകാം. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ. സവാള കട്ട് ചെയ്യണ്ട, തേങ്ങ ചിരവണ്ട, കടുക് പൊട്ടിക്കണ്ട. ടേസ്റ്റ് ആണെങ്കിൽ വളരെ വ്യത്യാസവുമാണ്. അപ്പം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ക്യാബേജ് ഉണ്ട്, നമുക്ക് ഈ പാനിൽ ഒപ്പിക്കാം. ആദ്യം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നോൺ സ്റ്റിക്ക് ആണ്, എന്നിരുന്നാലും ഇളക്കി കൊടുക്കണം. ഏറ്റവും ചെറിയ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ അതങ്ങ് കിടന്നോട്ടെ. നമുക്ക് മറ്റുള്ള പണികളെല്ലാം ചെയ്യാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്കതൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മുട്ടക്കോസ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് സമയം കൂടി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. ക്വാണ്ടിറ്റി നല്ലപോലെ കുറഞ്ഞില്ലേ ഇപ്പോൾ? ഈ രീതിയിൽ ക്യാബേജ് വെച്ചാൽ ഇവിടെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മക്കൾക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാനിപ്പം സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വരാം. താങ്ക്